ഒന്നാമത്തെ വേദി നാളെയാണ് ഉണരേണ്ടത്. പക്ഷെ എല്ലാ അർത്ഥത്തിലും വേദി ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞണഞ്ഞു നിൽപ്പാണ്. അവിടെ നമ്മൾ രണ്ട് പുതുമുഖങ്ങളെ വിട്ടിട്ടുണ്ട്. എന്താണ് ഈ സമയം? അതായത് ഒരു കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ശാന്തത സൂര്യകാന്തി വേദിക്ക് ചുറ്റിലുണ്ട്. ആ ശാന്തതയെ കുറിച്ചുള്ള വിവരങ്ങൾ എടുക്കാൻ രണ്ട് ഗഡിയോളെ നമ്മൾ അയച്ചിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങൾ ആരൊക്കെയാണെന്ന് അറിയുള്ളത്? അരുണും ബാനുവും. അപ്പൊ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം കലോത്സവത്തിന് എത്തിയതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കാണുന്ന കാഴ്ചകളൊക്കെ ഫ്രഷ് ആയിരിക്കും. അതെ, ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ചോദിക്കാം അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന്. അരുൺ, എന്തൊക്കെയാണ് അപ്പൊ മെയിൻ വേദിയിൽ സൂര്യകാന്തിയിൽ അങ്ങനെ സൂര്യകാന്തി പോലെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം നാളെ പ്രധാന വേദി ഉണരുമ്പോൾ കളർഫുള്ളായ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് ആദ്യ ദിനം തന്നെ എത്തുന്നത്. അപ്പൊ അതിനൊക്കെ മോഹിനിയാട്ടാണ് ആദ്യ മത്സരം. അപ്പോൾ വേദിയൊക്കെ എത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞു? ഒപ്പം തന്നെ നമുക്ക് നാട്ടുകാരുടെ കാര്യങ്ങളോട് അറിയണം. എല്ലാവരും വളരെ സജീവമായ ഒരു പങ്കാളിത്തത്തിൽ അവിടെ തന്നെ എത്തുന്നുണ്ടോ? നാളെയാണ് പരിപാടി തുടങ്ങുന്നെങ്കിലും തൃശ്ശൂരുകാർ നേരത്തെ എത്തുന്നവരാണല്ലോ. ജിൽസി സൈഫുദ്ദീൻ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂരിൽ അക്ഷരാർത്ഥത്തിൽ അരങ്ങുണർന്ന് കഴിഞ്ഞു. നാളെയാണ് മത്സരങ്ങളൊക്കെ ആരംഭിക്കുന്നത് എങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ അരങ്ങുണർന്ന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം തൃശ്ശൂരിന്റെ ഗഡികൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒന്നാമത്തെ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിക്ക് മുൻപിലാണ്. തൃശ്ശൂരിന്റെ ഗഡികൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ തന്നെ ഈ പൂരനഗരിയിലേക്ക്, കലാപുരത്തിന്റെ നഗരിയിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വാസ്തവത്തിൽ ഇവിടെ നോക്കുമ്പോൾ ഒരു ജനത്തിന്റെ ഒഴുക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ കലോത്സവത്തിന് നാളെ അരങ്ങുണരുമ്പോൾ നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കലോത്സവം തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ 25 വർഷത്തെ കോഴിക്കോടിന്റെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് കപ്പടിച്ചത് തൃശ്ശൂരാണ്. അല്ല വരും തൃശ്ശൂർ ആ കപ്പ് വിട്ടുകൊടുക്കില്ല എന്നാണ് നമ്മൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂർ ആ കപ്പ് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഈ തൃശ്ശൂർ വിട്ടുകൊടുത്താലും ഇല്ലെങ്കിലും കഴിഞ്ഞ തവണ പാലക്കാട് നഷ്ടപ്പെട്ടത് ഒരൊറ്റ പോയിന്റിനാണ് കേട്ടോ. ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് പാലക്കാട് കപ്പ് നഷ്ടപ്പെടുത്തിയത്. ഒരു പോയിന്റ് പോലും ഇത്തവണ വിട്ടുകൊടുക്കില്ലെന്നാണ് തൃശ്ശൂർ ഇപ്പൊ പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് കണ്ണൂരാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ബാക്കി ഒരുക്കങ്ങളൊന്നും ഇവിടെ പൂർത്തിയാകുന്നതേ ഉള്ളൂ. നമ്മൾക്ക് അവിടെ കാണാം ആ വേദിയിൽ. അതാണ് നമ്മൾ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ സാംസ്കാരികപരമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള സംവിധാനങ്ങളും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഈ പ്രധാന കവാടത്തിന് സൂര്യകാന്തിയുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കവാടത്തില് കേരളത്തിന്റെ തനിമയും സംസ്കാരവും കലാപരമായിട്ടുള്ള മുഴുവനും എവിടെ നോക്കിയാലും കളറായിട്ടുള്ള കുറെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ നിന്ന് നോക്കിയാലും നല്ല നല്ല കോസ്റ്റ്യൂംസ് ഇട്ടാണ് ആളുകൾ വന്നിരിക്കുന്നത്. നമുക്കത് നല്ല കുറ്റബോധമുണ്ട്. അതറിയാമായിരുന്നെങ്കിൽ നമ്മൾ നല്ല കുപ്പായം ഇട്ട് ഇറങ്ങിയതാണ്. ഇവിടെ അടിപൊളി വേഷമിട്ട് കുറച്ച് കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാനു പറഞ്ഞ പോലെ തന്നെ കലോത്സവത്തിന്റെ വേദികളെല്ലാം കളർഫുൾ ആണ്. അതിനൊപ്പം തന്നെ കലോത്സവം കാണാൻ എത്തിയിരിക്കുന്ന ആളുകളും ഒട്ടും അവർ കുറച്ചിട്ടില്ല. അവരും പക്ക കളർഫുൾ ആണ്. അപ്പൊ നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയി വരാം. എന്താണ് തൃശ്ശൂരിന്റെ ഗഡികളാണോ? കുറെ കാലത്തിന് ശേഷം ട്രിവാൻഡ്രത്തെ ഗഡികൾ ഇത്തവണ ആര് കിടക്കും കപ്പ്? നമുക്ക് ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഡാൻസ്. നിങ്ങൾ ഏത് സ്കൂളാ? കോട്ടൺ സ്കെയില് കലോത്സവത്തിൽ അത്യാവശ്യം ആധിപത്യം പുലർത്തുന്ന സ്കൂളാണ്. എല്ലാ തവണയും നിങ്ങൾ ഒരുപാട് ഐറ്റംസ് ആയിട്ട് വരാറുണ്ടല്ലേ? അപ്പൊ ഇത്തവണ നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്? മാപ്പിളപ്പാട്ട് ആരാണ് പാടുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ പാടുന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ടീച്ചറാണോ അത്? നമ്മളിപ്പോ ഗ്രൂപ്പ് ഡാൻസ്, സംഘനൃത്തം, കാലഭൈരവ നായികയാണ് കളിക്കുന്നത്. മൊത്തത്തിലെ കലോത്സവത്തിന്റെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ഇവന്റ് ആണ് ഗ്രൂപ്പ് ഡാൻസ്. അപ്പൊ നിങ്ങളെ കളർഫുൾ ആക്കാൻ വേണ്ടി പ്രത്യേക കൂട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഫ്രണ്ടിൽ നിർത്തി ടീച്ചറാണെന്ന് തോന്നുന്നു. ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട്. ടീച്ചറാണോ? ടീച്ചറിനെ വിളിക്കോ? പാരന്റ് ആണ്. ഓക്കെ. പാരന്റ് കലോത്സവത്തിൽ പങ്കെടുത്ത എന്തെങ്കിലും ഓർമ്മകളോ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും? മക്കളെയും കൊണ്ട് ഗ്രൂപ്പ് ഡാൻസ്. ഡാൻസിനാണോ വരും? നിങ്ങളുടെ ടീമിൽ തന്നെ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ ജില്ലാ കലോത്സവത്തിലെ മത്സരങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നല്ല ടൈറ്റ് ആയിരുന്നു. നല്ലപോലെ കളിക്കാൻ പറ്റി. അപ്പോ എത്ര ടീം ഉണ്ടായിരുന്നു അവിടെ മത്സരിക്കാൻ? ഒരു 16. എത്ര ടീം? 18. ബാനു 18 ടീമുകളോടൊപ്പം മത്സരിച്ച് കളർഫുൾ ആയിട്ട് ഉള്ള ടീമുകളാണ് അവർ 18 പേരും. നമുക്ക് കാണാവുന്ന എല്ലാ ജില്ലയിലുള്ള ആളുകളും സേഫ്, അതായത് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു കപ്പെടുക്കണം അല്ലെങ്കിൽ കപ്പാർക്കാണ് തുടങ്ങിയ ചർച്ചകളൊക്കെ
ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആവേശം ഒട്ടും കുറയാതെയാണ് എല്ലാവരും തൃശ്ശൂരിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യം, ആ സ്വർണ്ണ കപ്പ്. അപ്പൊ തൃശ്ശൂരിലെത്തിയ കപ്പ് ഒരു കാരണവശാലും ജില്ല വിട്ട് പുറത്തു പോകില്ലെന്ന് ആണയിടുന്നു തൃശ്ശൂർ എന്നാണ് പറയുന്നത് തൃശ്ശൂരുകാർ. നോക്കാം.